നിന്നെ പോലെ ലോൺ എടുത്ത് ഒരുത്തി അകത്തിരിപ്പുണ്ട്. വാ വാ. ഇതാര് പുതുതായിട്ട് ലോൺ എടുക്കാൻ കൊണ്ടുവന്നാ? പിന്നെ ലോണ് കൃത്യമായിട്ട് അടയ്ക്കണം, ഇല്ലെങ്കിൽ അവര് മുട്ടം കലിപ്പാ. എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആൾക്കാരാ. അഞ്ജന സൂക്ഷിക്കണം. എന്നാ ശരി, ഓക്കെ, ബൈ, ടേക്ക് കെയർ. എടാ സുഹൃത്തേ, എടാ ഞാൻ ഇതൊന്നും ആരോടും പറയാൻ പറ്റാതെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ലോണാപ്പുകാരുടെ ശല്യം കാരണം കൈ കിടന്ന വള വരെ എടുത്ത് പണയം വെച്ചതാ. അതുകൊണ്ട് ഒന്നും ആയില്ല. എടുത്ത പണത്തിന്റെ ഇരട്ടിയോളം അവര് പലിശയാക്കി. എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ പലിശ അടച്ചിട്ട് ഇതുവരെ പിടിച്ചു നിന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പലിശ അടയ്ക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് അവരുടെ ശല്യം കൂടിക്കൂടി വന്നു. എപ്പോഴും അവരുടെ ഭീഷണി കോളുകൾ വരും. വായിച്ച അറക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും വരും. അവരെന്റെ ഫോൺ ഹാക്ക് ചെയ്തു. ഫോണിന്റെ ഗാലറിന്ന് എന്റെ ഫോട്ടോകൾ എടുത്ത് അതെല്ലാം വൃത്തികെട്ട ഫോട്ടോകളാക്കി മാറ്റി അത് അയച്ചു തന്നെ എന്നെ മാനസികമായി തളർത്തി. ഇന്ന് അവരെന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു. ഇതെല്ലാം സഹിച്ച് ഞാൻ എങ്ങനെ ജീവിക്കും? നാളെ മുതൽ ആ ഫേക്ക് ഫോട്ടോസ് എല്ലാം എന്റെ ഫോൺ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. അതോടെ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ നിനക്കുണ്ടായപ്പോ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചോടായിരുന്നു അഞ്ജു? എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച് എല്ലാവരോടും ഞാൻ ചോദിച്ചു. ആരും എന്നെ സഹായിച്ചില്ല. ഈ പ്രശ്നം നീ അവരോട് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ജീവിതത്തിൽ ഒരു തെറ്റു പറ്റിയ കൂടെ നിൽക്കുന്നവരെക്കാൾ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും കൂടുതലും ദുർഗെ. അതൊക്കെ അഞ്ജുന്റെ തെറ്റിദ്ധാരണകളാ. നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരും കൂടെ തന്നെ ഉണ്ടാവും. അത് തിരിച്ചറിയണമെന്ന് മാത്രം. നീ കരയാതെ. ഈ പ്രശ്നം നമുക്ക് ഇന്ന് തന്നെ അവസാനിപ്പിക്കാം. നിന്റെ ഫോൺ ഓൺ ചെയ്യ്. അയ്യോ, അത് ശരിയാവില്ല. വേണ്ട, ഞാനല്ലേ പറയുന്നത്. ധൈര്യമായിട്ട് ഫോൺ ഓൺ ചെയ്യ്. എന്നിട്ട് ഞങ്ങൾക്ക് വിളിച്ചതാ തരാൻ. വാ. മോളെ, കുട്ടിയുടെ അവന്മാരകത്തുണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കേ. നമ്മളൊക്കെ അല്ലേ കൂടെ. ഇന്നത്തോടുകൂടി അവന്മാർ ആപ്പ് ശരിയായി കൊടുക്കും നമ്മള്. വാ വാ വാ. നീ പൈസ അടച്ചിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നല്ലോ. ഞാൻ എടുത്തതിലും കൂടുതൽ പൈസ തിരിച്ചടച്ചില്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഫോണിൽ നിന്ന് ലോൺ എടുക്കുമ്പോ ആളുകൾ വിചാരിക്കുന്നത് ഇത് തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ. നിന്റെയൊക്കെ ആ ചിന്തയാണ് ഞങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്നത്. ഇനി നിന്റെ അടയ്ക്കാൻ കാശില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ആരാണ് നോക്കട്ടെ. നീ വന്നോ? ഇത്രയും വൈകിയപ്പം വരില്ല എന്ന് വിചാരിച്ചു. നിന്നെ പോലെ ലോൺ എടുത്ത് ഒരുത്തി അകത്തിരിപ്പുണ്ട്. വാ വാ. ഇതാര് പുതുതായിട്ട് ലോൺ എടുക്കാൻ കൊണ്ടുവന്നാ?
ഇതെന്താ കൂട്ടൊക്കെ ഉണ്ടോ? ഉണ്ടടാ, ഞങ്ങള് കുറച്ച് പേരൂടെ ഉണ്ട്. അല്ല നിങ്ങൾ നിങ്ങളൊക്കെ ആരാ? പോടെ അവിടെ നിന്ന്. ഡോ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പുറത്തിറങ്ങ. ഇറങ്ങാനല്ലേ പറഞ്ഞ? ഇറങ്ങാനല്ലേടാ പറഞ്ഞത്? ഈ കേറി പിടിക്കും. എടാ, തോന്നിവാസം കാണിക്കുന്നു. എടോ എണീക്കണം. അയ്യോ നീയൊക്കെ ആപ്പുണ്ടാക്കി ആളെ പറ്റി വരടാ. ബ്ലേഡുകാർ ഇതിലും ഭേദമാണല്ലോ. വിളിക്കണം നിന്റെ സാറന്മാരെ. ഞങ്ങളൊക്കെ വെറും ഏജന്റുമാരാ സാറേ. ഇതിന്റെ മുതലാളിമാരാരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം തന്നാ മതി. ആ കുട്ടേട്ടാ, ജോസഫേ, തൂക്കിയെടുത്ത് അകത്തിടവന്മാരെ. ഇവരുടെ ലാപ്ടോപ്പും ഫോണും എല്ലാം എടുത്ത് ജോറ് സാറിനെ ഏൽപ്പിച്ചേക്ക്. സാറേ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങൾ അവര് പറഞ്ഞ പോലെ ചെയ്തത്. അടക്കോട്ട് സാറേ പറയുന്ന കേക്ക്. ആപ്പ് ഒന്ന് ശരിയായി തടാ. സാറേ ഞാൻ പറയുന്നത് കേക്ക് സാർ. സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. ഏടാ. സാറേ സാറേ അറിഞ്ഞോട്ടോ സാറേ. സാറേ നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു ഇളക്കമല്ലേ? ഇളകോടാ നീ. ഇളകോടാ നീ. സാറേ സാറേ ഞാൻ ചെയ്തില്ല സാറേ. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുമായിരുന്നു പണം അടയ്ക്കാത്തതിന്റെ പേരിൽ. വിഷമിക്കണ്ട, ഇനി കുഴപ്പമൊന്നും വരില്ല. ഇനി ഇതുപോലുള്ള കെണികളിലൊന്നും പോയി വീഴരുത്. പണത്തിന് എത്ര അത്യാവശ്യം വന്നാലും വ്യാജ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കരുത്. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യും. അറിയാതെ അബദ്ധം പറ്റിയ ഇവന്മാരുടെ ഭീഷണിക്ക് വഴങ്ങി ജീവൻ എടുക്കാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് പോലീസിനെയോ സൈബർ സെല്ലിനെയോ വിവരം അറിയിക്കണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോലീസും ഗവൺമെന്റും എപ്പോഴും സന്നദ്ധരാണ്. നിയമം നിങ്ങൾക്കൊപ്പം ഉണ്ട്. നാണക്കേട് ഓർത്ത് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അതൊരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഇയാളുടെ പേരെന്താ? ശ്രുതി. ആ, പോകുന്ന വഴിക്ക് ഞങ്ങൾ ആക്കിക്കോളാം. വാ.